റിപ്പോർട്ടർ ബ്രേക്കിംഗ്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന എറണാകുളം പെരുമ്പാവൂരിൽ HIV പടരുകയാണ്. 15 പേർക്ക് രോഗം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗബാധിതരിൽ ഭൂരിഭാഗവും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പ്രായപൂർത്തിയാകാത്തവരിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലയാളികളിലും വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായുള്ളത്. അർജുൻ, ഇപ്പോൾ പെരുമ്പാവൂരിൽ ഈ അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പരിശോധനയിലാണോ ഇപ്പോൾ HIV വലിയ തോതിൽ പടർന്നിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടുന്നത്? എന്താണ് അറിയാനാകുന്നത്? ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നത് പെരുമ്പാവൂരിൽ 2 മാസത്തിനിടയിൽ നടത്തിയ പരിശോധനകളിൽ മാത്രമാണ് ഇത്രയും പേർക്ക് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി HIV ബാധിതരുടെ എണ്ണം പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഈയിടെയായി പ്രത്യേകിച്ച് ഇത്തരത്തിൽ പെരുമ്പാവൂർ മേഖലയിലടക്കം വ്യാപകമായി തന്നെ HIV റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവംബർ ഡിസംബർ മാസങ്ങളിൽ വിവിധ മേഖലകളിൽ റാൻഡമായാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനകളിലാണ് 15 പേർക്ക് ഇത്തരത്തിൽ HIV സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷേ ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കമുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മലയാളികളുമുണ്ട്. അവിടെ ഇത് ലഹരി ഉപയോഗവും, അതായത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച പലരും ഒരേ സമയം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ലൈംഗിക തൊഴിലും ആ മേഖലയിൽ വ്യാപകമായിട്ടുണ്ട്. അത്തരത്തിലാണ് ഇത്തരത്തിൽ HIV പടരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ എന്ത് ചെയ്യണം എന്ന കാര്യമടക്കം പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാഷയടക്കം വലിയ പരിമിതിയാണ്. മാത്രവുമല്ല ഇത്തരത്തിൽ HIV സ്ഥിരീകരിച്ച ആളുകളെ അവിടെ ഏത് തരത്തിൽ ലൊക്കേറ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരുടെ സാമ്പിളുകൾ സ്വീകരിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രോഗം സ്ഥിരീകരിച്ചാൽ പോലും അവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർ പലപ്പോഴും മറ്റ് മേഖലകളിലേക്ക് തൊഴിൽ തേടി പോകുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ അത് അറിഞ്ഞാൽ അത് മറച്ചുവെച്ച് മറ്റിടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല ബോധവൽക്കരണത്തിന് കൃത്യമായ ഭാഷാ പരിമിതികളും പലപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് NGOകളും നേരിടുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ തടയണം എന്ന കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഇവിടെ ഒരു പ്രത്യേക പരിപാടി എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ? അവരുടെ ജീവിത രീതി, അവർ താമസിക്കുന്ന സംവിധാനം, ഇതിലൊക്കെ തന്നെയും വൃത്തിഹീനമായ ചുറ്റുപാടുകൾ എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെയും പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രിമിനലുകൾ വന്നെത്തുന്നതിൽ കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ളൊരു സമഗ്ര പരിശോധന ഈ മേഖലയിൽ തന്നെ വേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും സ്മൃതി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ HIV രോഗം ഉണ്ട് എന്ന അറിവുള്ള ആളുകൾ തന്നെ അത് മറച്ചു വെച്ചുകൊണ്ട് ഈ മേഖലകളിൽ വന്ന് താമസിക്കുന്നുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ പലപ്പോഴും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇത്തരത്തിൽ ചില ചെറുപ്പക്കാരുടെ കൂടെ ഇത്തരത്തിൽ വിവാഹം കഴിച്ചു എന്ന പേരിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം അവർ ഗർഭിണിയായി ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. ഇതിന് പിന്നാലെ പലപ്പോഴും ഇവരുടെ പങ്കാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ജീവിതം വഴിമുട്ടുകയാണ്. അത്തരത്തിൽ പല പെൺകുട്ടികളും പിന്നീട് ലൈംഗിക തൊഴിലിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് അവിടെയുള്ള NGOകളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. അതും ഇത്തരത്തിൽ രോഗം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ പെൺകുട്ടികൾ 14-13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികൾക്കടക്കം ഇത്തരത്തിൽ രോഗബാധ ഉണ്ടാകുന്നുമുണ്ട്. മാത്രവുമല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ മാരക ലഹരി മരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പലരും ഇത്തരം ലഹരി മരുന്ന് കുത്തിവെക്കുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് പെരുമ്പാവൂരിൽ HIV ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. അതും അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഇത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അവിടെ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപകമാണ് എന്നുള്ള വിവരമാണ് അർജുൻ പങ്കുവയ്ക്കുന്നത്.